ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഹരി വീടും നാടും വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു. കൂടെ കുഞ്ഞും അമ്മാവനും ഉണ്ട്. വേണുവിനോട് പറയണ്ടേ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു, ഇല്ല, പിന്നീട് വിളിച്ചോളാം. എടാ മക്കളെ, എന്നാലും വീണ എന്ന് പറഞ്ഞ അമ്മാവൻ സങ്കടത്തോടെ നിൽക്കുമ്പോൾ ഹരി പറയുന്നു, അവള് നമ്മളെ ഉപേക്ഷിച്ച് പോയതല്ലേ അമ്മാവ. എല്ലായ്പ്പോഴും ഇവിടെ തന്നെ കഴിയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ എൻ്റെ നാട് പോലും എന്നെ വെറുത്തു പോയില്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങോട്ടില്ല അല്ലേടാ എന്ന് വീണ്ടും കരഞ്ഞുകൊണ്ട് അമ്മാവൻ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ഹരി മറുപടി പറഞ്ഞു. അതുകൂടി കേൾക്കുമ്പോൾ ആകെ തകർന്നു പോവുകയാണ് അമ്മാവൻ. അങ്ങനെ അവർ നടക്കുന്നു. അവസാനമായി വീട് ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് അവിടെ വെച്ചിരിക്കുന്ന ബാഗൊക്കെ എടുക്കുകയാണ് അമ്മാവൻ. ഇതേ സമയം ശ്രുതിയും ജീവന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ തെളിവ് അച്ഛനെ കാണിക്കുകയാണ്. അതിനെപ്പറ്റിയാണ് അവരുടെ സംസാരം. ഇങ്ങനെ ഒരു സാധനം അലക്ഷ്യമായിട്ട് പോലും നിത്യേച്ചിയുടെ വീട്ടിൽ കിടക്കില്ല. നിത്യേച്ചി അത്രയ്ക്ക് ശ്രദ്ധിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛാ, നമ്മൾ അബദ്ധം കാണിച്ചു. വെല്ലിച്ചൻ മരിച്ച നിമിഷം തന്നെ നമ്മുടെ സംശയങ്ങൾ നമ്മൾ പറയേണ്ടതായിരുന്നു എന്ന് ശ്രുതി. ഇനിയിപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടിട്ട് എന്താടാ കാര്യം എന്ന് ശിവാനന്ദൻ പറയുമ്പോൾ ശ്രുതി പറയുന്നു, പരാതിപ്പെട്ടാൽ പോലീസ് അവനെ വിളിച്ച് ചോദിക്കും. അയാളെക്കുറിച്ച് ഇതുവരെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ പോലീസിനോട് പറയാമല്ലോ. അച്ഛൻ എന്താ തീരുമാനിച്ചത്? വല്യച്ഛന്റെ മരണം വെറുതെ വിടാനാണോ? വല്യച്ഛനെ അവൻ കൊന്നതാണെങ്കിൽ അവനെ വെറുതെ വിടാൻ പാടുണ്ടോ അച്ഛാ എന്നൊക്കെ ശ്രുതി പറയുന്നു. ശരിയാണ്, അവൻ കാരണം എൻ്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അർഹിക്കുന്ന ശിക്ഷ കിട്ടണം. പക്ഷേ പോലീസുകാര് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇത്ര വൈകിപ്പോയത് എന്താണെന്നാ. മാത്രമല്ല, ഒരു കൊലപാതക തെളിവായിട്ട് ഇത് അവർ അംഗീകരിക്കത്തുമില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശിവാനന്ദൻ പറയുന്നു, മോളെ, നമുക്ക് സംശയമുണ്ട്, അത് സത്യമാണ്. പക്ഷേ അത് ആ കുടുംബത്തിലുള്ളവരോട് പറയണമെങ്കിൽ കൃത്യമായിട്ട് ഒരു തെളിവ് നമ്മുടെ കയ്യിൽ വേണ്ടേ? അതല്ലേ നല്ലത് എന്ന് കരുതി വെറുതെ വിടാനാണോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശിവാനന്ദൻ പറയുന്നു, അല്ല, മറ്റാരെ തള്ളിക്കളഞ്ഞാലും സുജാതയെ തള്ളിക്കളയാൻ പറ്റില്ല. നിത്യമോൾക്ക് അവരോടുള്ള സ്നേഹം, അവര് നിത്യമോളെ കൊണ്ട് നടക്കുന്ന രീതി ആർക്കും അസൂയ ഉണ്ടാക്കുന്നതാണ്. മക്കളെ, നിങ്ങൾക്കത് തോന്നിയിട്ടില്ലേ? അമ്മ ശ്രുതിമോളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവര് നമ്മളെ നിത്യമോളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നമുക്ക് സുജാതയോടും രഘുസാറിനോടും ഈ കാര്യം പറയാം. അവരെന്തായാലും പണ്ടത്തെ പോലെ അവനെക്കുറിച്ച് ഒന്നും അറിയാത്തവരല്ലല്ലോ. അതിനുശേഷം അവർ തീരുമാനിക്കട്ടെ. മകനോടുള്ള അമിത വാത്സല്യം കൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ അവർ തള്ളിക്കളയുവാണെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ രീതിയിൽ പോകാം. എന്തായാലും അതിനച്ഛൻ തനിച്ചു പോണ്ട, ഞങ്ങളും കൂടി വരാമെന്ന് ശ്രുതി പറയുന്നു. കണക്കുകൾ പറയാം, പരസ്പരം ചോദിക്കാം, പക്ഷേ ഏട്ടനെ നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോടാ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ശിവാനന്ദൻ. അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നെനിക്കറിയില്ല, അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ചേർത്ത് പിടിച്ച് ഏട്ടൻ എന്നോട് പറഞ്ഞു, നിത്യയ്ക്ക് ചന്ദ്രികയും നീയും മാത്രമേ ഉള്ളൂ എന്ന്, നോക്കിക്കോണേ എന്നും പറഞ്ഞിരുന്നു. യാത്ര പറച്ചിലാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോടാ. മോളെ, നാളെയും നിന്റെയും വിവാഹം കഴിയും, മറ്റൊരിടത്തേക്ക് നീയും പോകും. പക്ഷേ ഒന്നോർക്കണം, നീ പോകുന്നിടത്ത് എന്ത് സംഭവിച്ചാലും അത് ഈ അച്ഛനെയും അമ്മയും ഏട്ടനെയും അറിയിക്കണം. കാരണം ഞങ്ങളൊക്കെ കരുതുന്നത് നിങ്ങളൊക്കെ സന്തോഷത്തോടെ കഴിയുന്നു എന്നാണ്. അതിൻ്റെ സമാധാനത്തിലാണ് ഓരോ ദിവസവും ഞങ്ങൾ കണ്ണടച്ച് കിടക്കുന്നത്. അതങ്ങനെ അല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ ഏട്ടൻ പോയ വഴി എല്ലാവരും പോകും. കേട്ടോടാ മക്കളെ എന്ന് പറഞ്ഞ് കരയുകയാണ് ശിവാനന്ദൻ. അത്രയും പറഞ്ഞ് ശിവാനന്ദൻ വിഷമത്തോടെ അകത്തേക്ക് പോകുമ്പോൾ ശ്രുതിയും പിറകെ പോകുന്നു. ആ തെളിവായിട്ട് കിട്ടിയ ആ സംഭവം കൊണ്ട് ഇങ്ങനെ അതിലേക്ക് നോക്കി നിൽക്കുകയാണ് ശ്രുതി. ശേഷം കാണിക്കുന്നത് നിത്യയുടെ വീട്ടിൽ. നിത്യ അച്ഛൻ്റെ ഫോട്ടോ ഫോണിൽ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ആ പഴയ ഓർമ്മകളുമായിട്ട് ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നു. ആ സമയത്താണ് നിത്യയ്ക്ക് വെള്ളവുമായിട്ട് സുജാത അവിടേക്ക് വന്നത്. നേരത്തെ കൊണ്ടുവന്ന ഭക്ഷണം ഇതുവരെ നിത്യ കഴിച്ചിട്ടില്ല. കഴിച്ചില്ല എന്ന് സുജാത ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടമ്മേ, വിശപ്പില്ല എന്ന് നിത്യ പറയുന്നു. എത്ര നേരമായി ഇങ്ങനെ കഴിക്കാതിരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് സുജാത നിത്യയ്ക്ക് അരികിലിരിക്കുമ്പോൾ നിത്യ കരയുകയാണ്. നമുക്ക് എന്തായാലും മരണം ഒഴിവാക്കാൻ സാധിക്കില്ലല്ലോ, നമുക്കും പോകേണ്ട ഒരു സമയമുണ്ട്. അന്ന് നമ്മളും ചുറ്റുമുള്ളവരെ വേദനിപ്പിക്കും. അച്ഛൻ്റെ ആത്മാവ് നീ പട്ടിണി കിടക്കുന്നതും സങ്കടപ്പെടുന്നതും സഹിക്കില്ല. അച്ഛനെ ഓർത്ത് കുറച്ചെങ്കിലും കഴിക്കെന്ന് സുജാത. ഞാൻ പിന്നെ കഴിച്ചോളാം മിനുമേ. തലയ്ക്കകത്ത് എന്തോ ഒരു മൂളല് പോലെ, ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല എന്നൊക്കെ നിത്യ കരഞ്ഞുകൊണ്ട് പറയുന്നു. ആ സമയം സാറ അവിടെ എത്തി. സാറാ, മോളൊന്നും കഴിക്കുന്നില്ല സാറാ, മനസ്സിന് ഒരല്പം സ്വസ്ഥത ഉണ്ടാക്കാനും പറ്റുന്നില്ല എന്നൊക്കെ സുജാത. ഇതിനകത്തിരിക്കുമ്പോൾ നിത്യയുടെ ചിന്തകൾക്ക് ഒരു മാറ്റവും വരില്ല. ഞാൻ നിത്യയും കൊണ്ട് ഒന്ന് പുറത്തു പോട്ടെ ആൻറ്റി എന്ന് ചോദിക്കുകയാണ് സാറ. വേണ്ട എന്ന് നിത്യ പറയുന്നു. നമുക്ക് എവിടെയെങ്കിലും പോയി കുറച്ചു നേരം ഇരിക്കാം എന്ന് സാറ പറയുമ്പോൾ സുജാത പറയുന്നു, നല്ല കാര്യമാണ് മോളെ, ഇവിടെ ഇരിക്കുമ്പോൾ ഓരോ വാക്കിലും ഓരോ ചിന്തയിലും നീ കരഞ്ഞുകൊണ്ടേയിരിക്കും.
പുറത്താകുമ്പോൾ മറ്റുള്ളവർ കാണാതിരിക്കാനെങ്കിലും നീ കരച്ചിൽ നിർത്തുമല്ലോ. നിത്യ, നമുക്ക് പോവാടോ എന്ന് സാറ പറയുന്നു. മോളെ, എഴുന്നേറ്റ് പോയി റെഡി ആയിക്കേ വാ എന്നൊക്കെ പറഞ്ഞ് സുജാത നിത്യയെ വിളിക്കുന്നു. അങ്ങനെ അവരുടെ നിർബന്ധം കൊണ്ട് നിത്യ അവിടെ നിന്നും എണീക്കുകയാണ്. സാറ, അവള് ആകെ തകർന്നു നിൽക്കുകയാണ്, അവളെ നോക്കിക്കോണം എന്നൊക്കെ സുജാത സാറയോട് പറയുന്നുണ്ട്. പേടിക്കേണ്ട ആൻറ്റി, എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ ഞങ്ങൾ പോകുന്നിടത്ത് ജീവൻ വരാതെ നോക്കാൻ ആൻറ്റി ശ്രദ്ധിച്ചാൽ മതി. സാഹചര്യം സന്ദർഭവും ജീവന് പ്രശ്നമല്ലല്ലോ. സുജാത പറയുന്നു. അവൻ വരത്തില്ല, നിങ്ങൾ പോയിക്കോളൂ. ഈ സമയം ശരവണനാണെങ്കിൽ ആകെ സ്വസ്ഥതയില്ലാതെ നടക്കുമായിരുന്നു. വീടിന്റെ മുൻഭാഗത്തേക്ക് വരുന്നു. ആ ഒരു സത്യം അറിഞ്ഞത് മുതൽ ആകെ ഒരു സ്വസ്ഥത ഇല്ലാത്ത ഒരു ഫീലിംഗ് ആണ് എപ്പോഴും ശരവണന്. ഇപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ജീവൻ വന്നിരിക്കുന്നു. ജീവൻ ഇടയ്ക്കിടയ്ക്ക് ശരവണനെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ശരവണന്റെ മുഖത്തെ ആ കള്ള ലക്ഷണം തന്നെ. ജീവൻ വന്നത് മനസ്സിലാക്കിയ ശരവണൻ ജീവന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അവിടെ ഇരുന്ന ഒരു കുട്ടയും മൺവട്ടിയും എടുത്തുകൊണ്ട് ശരവണൻ അവിടെ നിന്ന് പോകുന്നു. തൊട്ട് പിന്നാലെ ജീവനും പോകുന്നുണ്ട്. ഡാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്നിട്ട് ആ ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ട് വളരെ ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. ജീവൻ ശരവണനോട്, എന്നെ കാണുമ്പോൾ നീ എന്തിനാടാ മാറി നടക്കുന്നത് എന്ന് ജീവൻ ചോദിക്കുമ്പോൾ ശരവണൻ പറയുന്നു, ഒന്നുമില്ല, വിടുങ്ക സർ. ശരവണ, നീ ചിലതൊക്കെ കണ്ടു എന്ന് എനിക്കറിയാം. അതാണ് നിന്റെ ഈ ഭാവമാറ്റത്തിന് കാരണം. ഡാ, അന്നു മുതൽ നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് എന്താടാ, എന്നോട് പ്രതിഷേധമാണോ, മനസ്സിൽ വൈരാഗ്യമുണ്ടോടാ, അതോ മനസ്സിൽ പകയാണോ? പറയടാ എന്നൊക്കെ ദേഷ്യത്തോടെ ജീവൻ ചോദിക്കുന്നു. സാർ, ഞാനൊരു പാവമാണ്. എൻ്റെ ശരീരത്തിലോടുന്ന ചോര മുഴുവനും ഈ വീട്ടിലുള്ളവരുടെ ഭിക്ഷയാണ്. എന്നെ കൊണ്ട് പറ്റത്തില്ല സാർ. നിങ്ങൾ ഇത്രയും പാപം ചെയ്തിട്ട് അത് എന്നെ കൊണ്ട് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല സാർ എന്നൊക്കെ ഇങ്ങനെ ശരവണൻ പറയുമ്പോൾ ദേഷ്യത്തോടെ ജീവൻ പറയുന്നു, അതായത് മനസ്സിലെ ഭാരം മാറാൻ നീ ആരോടെങ്കിലും കണ്ടതൊക്കെ പറയണം അല്ലേടാ എന്ന് പറഞ്ഞ് ശരവണനെ ഇങ്ങനെ കഴുത്തിനിങ്ങനെ ഞെരിക്കുകയാണ് ജീവൻ. ആരോടാ നീ പറയാൻ പോകുന്നത്? നിത്യയോടോ, അമ്മയോടോ, അതോ അച്ഛനോടോ? പറയടാ. എന്നെ ഉപദ്രവിക്കാതെ സാർ എന്ന് പറഞ്ഞ് ശരവണൻ ചുമയ്ക്കുന്നു. ശരവണ, കണ്ട കാഴ്ചകളൊക്കെ വേണമെങ്കിൽ നിനക്ക് മറക്കാം. ഇനി അതല്ല, അതൊക്കെ മനസ്സിൽ കൂട്ടി വെച്ച് ഏതെങ്കിലും ഒരാളോട് വാ തുറക്കണമെന്ന് നിനക്ക് തോന്നിയാൽ നീ ആരോടാണോ വാ തുറക്കുന്നത് അവരെ ആയിരിക്കും ഞാൻ ആദ്യം കൊല്ലുന്നത്. ശരവണ, കൊല്ലുമ്പോൾ ഉള്ളൊരു പിടച്ചിലുണ്ടല്ലോ, ശ്വാസം കിട്ടാതെ കണ്ണ് തുടിച്ച്, എന്നിട്ട് ആ ഒരു സന്തോഷം അനുഭവിക്കുകയാണ് ജീവൻ. ശരവണൻ ഭയത്തോടെ ജീവനെ നോക്കുന്നു. അത് കാണാൻ ഒരു പ്രത്യേക രസവടാ. നിന്നെ ഞാൻ കൊല്ലില്ല, പക്ഷേ നിന്നിൽ നിന്ന് ഇത് കേൾക്കുന്നത് ആരാണെങ്കിലും എന്ന് പറഞ്ഞ് ജീവൻ ചിരിക്കുകയാണിപ്പോൾ. ഒരു ഭ്രാന്തനെ പോലെ ചിരിക്കുന്നു. വല്ലാത്തൊരു നോട്ടം ശരവണൻ ജീവനെ നോക്കുന്നു. സാർ, അവരെല്ലാവരും പാപങ്ങളാണ്, അവർക്ക് ദ്രോഹം ചെയ്യാതെ സാർ എന്നൊക്കെ ശരവണൻ പറയുമ്പോൾ ജീവൻ പറയുന്നു, അതിപ്പോൾ ഞാനല്ലല്ലോ ശരവണ തീരുമാനിക്കേണ്ടത്, നീയല്ലേ. ഇവിടെ ഇപ്പോൾ ആരൊക്കെയാണ് കൊല്ലേണ്ടത്, ആരൊക്കെയാണ് ജീവിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് ശരവണ. അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അതോ പെങ്ങളോ ആയിക്കോട്ടെ, എൻ്റെ ഈ കൈ കിടന്ന് പിടയുന്ന ഒരു ജീവൻ അത്രയേ ഉള്ളൂ. ഞാൻ കൊല്ലുന്നത് നീ കണ്ടതാണല്ലോ. കൈ വിറച്ചോ എൻ്റെ? മനസ്സ് തളർന്നോ എൻ്റെ? ഇല്ല, എനിക്കെതിരെ നിൽക്കുന്ന എല്ലാവരെയും ഞാൻ കൊല്ലും. എന്നെ സംശയിക്കുന്ന എല്ലാവരെയും ഞാൻ കൊല്ലും. അത്രയും പറഞ്ഞ് വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ് ജീവൻ. ദേഷ്യത്തോടെയും ടെൻഷനോടെയും അറപ്പോടെയും ഒക്കെയാണ് ഇപ്പോൾ ശരവണൻ ജീവനെ നോക്കുന്നത്. ഇത്രയും പറഞ്ഞ് ജീവൻ ഒന്നുകൂടി ശരവണനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോന്നു. ഇതേസമയം നിത്യയും സാറയും പുറത്തൊരു സ്ഥലത്ത് വന്നിരിക്കുന്നു. അവർ തമ്മിൽ സംസാരിക്കുകയാണ്. സാറ പറയുന്നു, നിത്യ, അടുത്ത് നിൽക്കുന്നവർ എത്ര സംസാരിച്ചാലും തൻ്റെ സങ്കടം കുറയില്ല. അതിനുള്ള നിയന്ത്രണം തൻ്റെ മനസ്സിൽ പഠിപ്പിച്ചേ പറ്റൂ. കുറേ കാലമായിട്ട് അച്ഛൻ മരണത്തെക്കുറിച്ച് കൂടെ പറയും. 1-2 തവണ വയ്യാതായപ്പോൾ അത് കൂടി. അച്ഛൻ്റെ ആദ്യം എന്നെക്കുറിച്ച് മാത്രമായിരുന്നു സാറ. വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ കൈപിടിച്ച് പറയും, കണ്ണടയ്ക്കുമ്പോൾ മോളെ ഏറ്റവും സന്തോഷത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ കണ്ടിട്ട് വേണം എനിക്ക് പോകാനെന്ന്. എന്നിട്ട് എന്താ സംഭവിച്ചത്? എൻ്റെ ജീവിതം തന്നെ ഇല്ലാതായി കണ്ടിട്ടല്ലേ അച്ഛൻ പോയത്. അച്ഛൻ്റെ ആത്മാവിന് പോലും സമാധാനം കിട്ടുമോ സാറ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു നല്ല അവസ്ഥയൊക്കെ ആയിട്ട് അച്ഛനെ നന്നായിട്ട് നോക്കണം, ഒരുപാട് സന്തോഷിക്കണം എന്നൊക്കെ. ഈ നശിച്ച കല്യാണമില്ലായിരുന്നെങ്കിൽ ഞാൻ പഠിച്ച് ഒരു ജോലി വാങ്ങിച്ചേനെ, എന്നിട്ട് എൻ്റെ അച്ഛനെ നോക്കിയേനെയായിരുന്നു. അതിനൊന്നിനും എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ നിത്യ പറയുന്നു കരഞ്ഞുകൊണ്ട്. ഇത് കേട്ട് സാറ പറയുന്നു, വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടൊരു സമയം പോകും. അത് സംഭവിക്കുമ്പോൾ കുറേ നാളത്തേക്ക് നമ്മൾ ശൂന്യതയിലായി പോവും. പക്ഷെ ബാക്കിയുള്ള ജീവിതം? ഇത് കേട്ട് നിത്യ പറയുന്നു, എന്ത് ബാക്കിയുള്ള ജീവിതം? എന്ത് പ്രതീക്ഷ? ജീവനെ കുറിച്ചോ, അയാൾ തരുന്ന സന്തോഷത്തെക്കുറിച്ചോ? സ്വപ്നത്തിൽ വേണ്ട, ദുസ്വപ്നത്തിലെങ്കിലും അത് പ്രതീക്ഷിക്കാൻ പറ്റുമോ?
എനിക്കിപ്പോൾ സങ്കടം അച്ഛനൊപ്പം പോകാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിട്ടാണ്. മരിച്ചു പോകുന്നവരൊക്കെ ഒന്നിച്ച് ഒരിടത്ത് ഉണ്ടാകുമെന്നൊരു സങ്കല്പം ഉണ്ടല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും അവിടെ ഉണ്ടാവില്ലേ? അവരുടെ അടുത്ത് എത്രയും നേരത്തെ എത്താമല്ലോ എനിക്ക്. നിത്യ പ്ലീസ് എന്നൊക്കെ സാറ എൻ്റെ കരച്ചിലടക്കാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വലിയ ബാധ്യതയായി സാറയ്ക്ക് അല്ലേ എന്ന് നിത്യ പറയുന്നു. നീ ഒരു പാവമാണ്, പഞ്ചപാവം. അതുകൊണ്ടാണ് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നത്. സുജാതാൻ്റെ കൂടെയുണ്ട്, ഞങ്ങളൊക്കെയുണ്ട്. നിത്യ തന്നെ ഈ കണ്ടീഷനിൽ പറയണോ വേണ്ടോ എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചതാ. പക്ഷേ പറയാതെ നിവർത്തിയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു മരണം കൂടി സംഭവിക്കും. ജ്യോതിയുടെ കാര്യമാണ്. അവൾ ഒരു മോശപ്പെട്ട കണ്ടീഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ ആ വീട്ടിൽ ആരുമില്ലാതിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയോ? അങ്ങനെ അവിടെ ഉണ്ടായ സംഭവം സാറ ഇപ്പോൾ ജ്യോതിയോട് പറഞ്ഞു. ജ്യോതിയെ ഒരാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അവിടേക്ക് മനുവും സാറയും കൂടി വന്ന് അയാളെ അവിടുന്ന് തുരത്തി ഓടിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ജ്യോതിയോട് സാറ പറഞ്ഞു. അവളെ ഭീഷണിപ്പെടുത്തുന്നത് ആരാണെന്ന് എനിക്ക് മനുവിനും സംശയമുണ്ടെന്ന് പറയുന്നു. ആരെന്ന് നിത്യ ചോദിക്കുമ്പോൾ വിഷ്ണു, മനുവിൻ്റെ കൂടെയുള്ള വിഷ്ണു എന്നെ സാറ പറയുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് നിത്യ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.